നമ്മൾ പ്രസ് സ്റ്റോപ്പിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ പത്രവാർത്തകളിലേക്ക് സനോജാണ് പത്രവാർത്തകളുമായി ചേരുന്നത്. സനോജ്, ഗുഡ് മോർണിംഗ്. ഇന്ന് പത്രങ്ങളിൽ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പ്രേക്ഷകരോട് പറയാനുള്ളത്? ഹർഷൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യൻ മാധ്യമങ്ങളെ സംബന്ധിച്ച് എല്ലാം തന്നെ, പ്രത്യേകിച്ചും നേപ്പാളിലെ സംഘർഷം ഒരു വലിയ വാർത്ത അല്ലെങ്കിൽ വലിയ തലക്കെട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ദിവസം തന്നെയാണ്. പക്ഷേ നേപ്പാളിൻ്റെ വലിയ കലാപത്തിൻ്റെ ആ സാധ്യതയിൽ നിന്ന് മറ്റു തരത്തിലുള്ള സമവായ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ മാറുകയും ഇടക്കാല സർക്കാരുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും അതുതന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം ഏറ്റവും നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലേക്കുള്ളൊരു ഖത്തറിൽ നടത്തിയ ഇസ്രായേലിൻ്റെ ആക്രമണം സംബന്ധിച്ച് അതൊരു ഒരു കൃത്യമായൊരു ടേം പറയുകയാണെങ്കിൽ ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രം എന്ന് വിളിക്കാവുന്ന തരത്തിലേക്കുള്ള ഒരു ആക്രമണ ത്വര പ്രകടിപ്പിക്കുന്ന ഒരു ലോക സാഹചര്യത്തിൽ ആ വാർത്തയ്ക്ക് കൂടെ വലിയ പ്രാധാന്യം ഉണ്ട്. ഒപ്പം CPIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് ചില വിലയിരുത്തലുകൾ, ചില വിമർശനങ്ങൾ നടത്തി. അപ്പോൾ അത് പത്രങ്ങളിൽ ഈ 3 പ്രധാനപ്പെട്ട വാർത്തകൾ ഇടം പിടിച്ച ദിവസം എന്ന് തന്നെ പറയാം. ഏതായാലും പത്രങ്ങളിലേക്ക് വരാം. അതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ ഹർഷൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കാസർഗോഡുണ്ടായ ആ ജനകീയ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളുടെ ഇക്കാര്യത്തിൽ തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങണ്ടൂരിലും ഒപ്പം തന്നെ ഈ മുള്ളൂർക്കര പഞ്ചായത്തിലെല്ലാം ഈ ഹരിതസേന എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ കുറേ കാലമായിട്ട് സ്ത്രീകളുടെ കൂട്ടായ്മ വലിയ രീതിയിലുള്ള കൃഷി പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ വലിയ രീതിയിൽ പച്ചക്കറി പ്രൊഡക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അതൊരു വലിയ നേട്ടം തന്നെയാണ്. ഞാനത് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഏതായാലും ഈ വാർത്തകളിലേക്ക് വരുമ്പോൾ മലയാള മനോരമയുടെ തലക്കെട്ട് തന്നെ തീ അണയുന്നു എന്നാണ്. നേപ്പാളിൽ ഇടക്കാല സർക്കാരിനെ കുറിച്ച് ചർച്ച എന്ന് മനോരമ പറയുന്നു. സുശീല കാർക്കിയെ പോലെ ഒരാൾ, അല്ലെങ്കിൽ നേരത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സുശീലയെ നിർദ്ദേശിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. ഒപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ് ബാലേന്ദ്ര ഷാ എന്ന് പറയുന്ന കഠ്മണ്ഡുവിൻ്റെ മേയറായിട്ടുള്ള, അവിടുത്തെ ഏറ്റവും പ്രമുഖ പാർട്ടികളെല്ലാം പരാജയപ്പെടുത്തിയ വളരെ പോപ്പുലാരിറ്റിയുള്ള റാപ്പറായിട്ടുള്ള സംഗീതജ്ഞനായ ഒരാൾ പരിഗണിക്കപ്പെടുന്നു. ആ രീതിയിലേക്കുള്ള ചർച്ചകൾ ഏതായാലും നടന്നിട്ടുണ്ട്. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടെ മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് വിമാനത്താവളം തുറന്നു എന്നുള്ളതും ഒപ്പം തന്നെ UPയിലെ ബോർഡറായിട്ടുള്ള സുനൗളി വഴി ഇന്ത്യയിൽ അവിടെ കൂടുതൽ പേർ പല മേഖലകളിൽ കുടുങ്ങിപ്പോയ ആളുകൾ തിരിച്ചെത്തി തുടങ്ങിയിരിക്കുന്നതും നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചടക്കം ഉള്ള ഒരു ആശ്വാസ വാർത്തയാണ്. കാരണം അതൊരു വലിയ പ്രശ്നമായി നിലനിന്നിരുന്നു. കാരണം കാഠ്മണ്ഡുവിലേക്ക് സുനൗളിയിൽ നിന്ന് ഏതാണ്ട് 9 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പം ആ രീതിയിലേക്കൊരു ഏതായാലും പോലീസിൻ്റെയൊക്കെ സുരക്ഷയിൽ ആളുകൾ തിരിച്ചെത്തി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യമുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച വിശദാംശങ്ങളെല്ലാം തന്നെ പത്രങ്ങൾ നൽകിയിരിക്കുന്നു. ഹിന്ദു ആണെങ്കിലും മാതൃഭൂമി ആണെങ്കിലും മലയാള മനോരമയാണെങ്കിലും. മാതൃഭൂമിയുടെ തലക്കെട്ട് ഈ വിഷയത്തിൽ സമാധാന വഴിയിൽ എന്നാണ് മാതൃഭൂമി നൽകിയിരിക്കുന്ന തലക്കെട്ട്. ഒപ്പം ഉൾപേജുകളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുണ്ട്. കാരണം അവിടെ ജയിലിലുണ്ടായിരുന്ന നിരവധി പേർ ജയിൽ ചാടി ഈ കലാപത്തിനിടയിൽ എന്നുള്ളൊരു വാർത്തയും ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വന്നിരിക്കുന്നു. അത് ഹിന്ദു ഉൾപേജിൽ നൽകിയിരിക്കുന്നു. അത് എടുത്തു പറയേണ്ട ഒരു വാർത്തയാണ്. ഒപ്പം ധാരാളം ടൂറിസ്റ്റുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നു. പ്രത്യേകിച്ച് കൈലാസ് മാനസരോവർ യാത്രക്കാർ, ഒപ്പം തന്നെ പശുപതിനാഥ് ക്ഷേത്രം അടക്കമുള്ള ഒരു പ്രദേശമാണ്. പോഖറയിൽ ധാരാളം മലയാളികൾ പോകുന്നതാണ്. അത് ടൂറിസ്റ്റുകളും പിൽഗ്രിംസും അടക്കം അവിടെ സ്ട്രാൻഡഡ് ആണ് നേപ്പാളിൽ എന്ന് ഹിന്ദു 10ാം പേജിൽ പറയുന്നുണ്ട്. അതിൽ തന്നെയാണ് ആ വാർത്തയുടെ താഴെ 22 നേപ്പാൾ പ്രിസണേഴ്സ് എസ്കേപ്പ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയും, ഒപ്പം ബീഹാറിലെയും ഉത്തരാഖണ്ഡിലെയും ഉത്തർപ്രദേശിലെയും ബോർഡറുകളിൽ അതീവ ജാഗ്രത ഉണ്ടാക്കിയ ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ വാർത്ത ദേശാഭിമാനിയും വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. ദേശാഭിമാനിയുടെ വാർത്തയിൽ പറയുന്നത് 700 പേർ ജയിൽ ചാടിയെന്നാണ്. പ്രായപൂർത്തിയാകാത്ത 5 പേർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. 7,000 പേർ ജയിൽ ചാടി എന്നുള്ളതാണ്. ഇത് മറ്റു പത്രങ്ങളും ഈ വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇതൊരു പുതിയ മാറ്റമാണ്. കാരണം നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞാണ് ഈ അവിടെ നടക്കുന്ന കലാപത്തിൻ്റെ ഒരു സംഘടിത രൂപമല്ലാത്ത അരാജകത്വം ഉള്ള ഒരു സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ധാരാളം പ്രശ്നങ്ങൾ സംഭവിക്കുക. അതായത് 7,000 പേർ ജയിൽ ചാടിയെന്ന് ദേശാഭിമാനി പറയുന്നു. ഹിന്ദു അതിൽ വളരെ ചെറിയ സംഖ്യയിൽ പറയുന്നു. ഈ രീതിയിലാണ് ഈ വാർത്തകൾ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടന്നാൽ, കാരണം
ഇതിപ്പോൾ ഏതായാലും നേപ്പാളിൽ ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ്. അത് രൂക്ഷ വിമർശനവുമായി CPIയുടെ റിപ്പോർട്ട് സർക്കാർ ഇങ്ങനെ പോരാ എന്ന് മാതൃഭൂമി ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നു. സർക്കാരിൻ്റെ മുൻഗണനകൾ തെറ്റുന്നു, അടിസ്ഥാന വിഭാഗങ്ങളെ അവഗണിച്ചു, ബിസിനസ്സിന് വേണ്ടി നിയമങ്ങൾ മറികടക്കുന്നു എന്നുള്ള സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വിമർശനം വളരെ വലിയ പ്രാധാന്യത്തിൽ മലയാള മനോരമ അടക്കം നൽകിയിരിക്കുന്നു. മലയാള മനോരമയുടെ തലക്കെട്ട് അതിൽ അടിസ്ഥാന വർഗത്തെ മറന്നു എന്നാണ്. സർക്കാർ ഇങ്ങനെ പോരാന്ന് മാതൃഭൂമി പറയുമ്പോൾ മനോരമ പറയുന്നത് അടിസ്ഥാന വർഗത്തെ മറന്നു. 5 ലക്ഷത്തിലേറെ പേർക്ക് ജോലി പോയിരിക്കെ സർക്കാർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് പിന്നാലെയാണ്. സംഭരിച്ച നെല്ലിന് പണം കിട്ടാതെ കർഷകർ, സ്തംഭിച്ച് ക്ഷേമ ബോർഡുകൾ. CPIയുടെ രാഷ്ട്രീയ റിപ്പോർട്ടിൽ സർക്കാരിന് രൂക്ഷ വിമർശനം എന്നുള്ള ഒരു കാര്യം കൂടെ ചേർത്തിട്ടുണ്ട്. ഒപ്പം ഇന്നലെ മുഖ്യമന്ത്രി അവിടെ CPIയുടെ സമ്മേളനത്തിൽ പ്രസംഗിച്ചു. പ്രകാശ് രാജ് അവിടെ സംസാരിച്ചിരുന്നു. അതിൻ്റെ പടങ്ങൾ അടക്കം ഇന്ന് നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാന വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അറബ് നേതാക്കളുടെ ഒരു കോർഡിനേഷൻ നടക്കുന്നു. കാരണം ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണം സംബന്ധിച്ച് വലിയ പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു അന്താരാഷ്ട്ര സാഹചര്യമുണ്ട്. അതിൽ തന്നെ ഇസ്രായേൽ പറയുന്നുണ്ട് ശത്രുക്കൾ ഒരിടത്തും സുരക്ഷിതരായിരിക്കില്ല എന്നുള്ള ഖത്തർ ആക്രമണത്തെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് മാതൃഭൂമി 12-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ വേറെ തരത്തിലുള്ള ഒരു ഭീഷണിപ്പെടുത്തലിൻ്റെ സ്വരമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സമവായ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ഗാസ സംബന്ധിച്ച് ചർച്ച നടക്കുന്നതിനിടയിലാണ് ഈ ആക്രമണം എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ വാർത്തകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അത് മാധ്യമം 1-ാം പേജിൽ നൽകിയിരിക്കുന്നു. ഒപ്പം സിറാജ്, സുപ്രഭാതം തുടങ്ങിയ പത്രങ്ങളെല്ലാം തന്നെ ഈ വിഷയത്തിൽ തന്നെയാണ്. ഖത്തറിന് പിന്തുണ, ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ലോകരാജ്യങ്ങളെന്ന് സുപ്രഭാതം പറയുന്നു. ആശങ്ക, രോഷം എന്ന് മാധ്യമം പറഞ്ഞിരിക്കുന്നു. ഒപ്പം സിറാജും ഈ അപലപിച്ച് ലോകം എന്നാണ് സിറാജിൻ്റെ തലക്കെട്ട്. അതേസമയം ഞാൻ കുറച്ച് വേഗത്തിൽ പോവുകയാണ്. ഇന്ത്യക്ക് ട്രംപിൻ്റെ തല്ലും തലോടലും എന്ന് മംഗളത്തിൻ്റെ തലക്കെട്ടിൽ ഈ നമ്മുടെ പകരച്ചുങ്കവുമായി ബന്ധപ്പെട്ടും ഒപ്പം ട്രംപ് ഇനി വീണ്ടും ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ചർച്ചയ്ക്കും വ്യാപാര ചർച്ചയ്ക്കും തയ്യാറാണെന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഇതിനിടയിൽ മറ്റൊരു വാർത്ത കൂടെയുണ്ട് ഹർഷൻ. അതായത് ഫ്രാൻസിലെ കലാപത്തി മംഗളത്തിൻ്റെ 1-ാം പേജിലുണ്ട്. ഫ്രാൻസിൽ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ അസ്ഥിരതയുണ്ട്. പുതിയ പ്രധാനമന്ത്രിയെ പ്രസിഡന്റ് നിയോഗിച്ചതിനെ തുടർന്നും വലിയ പ്രതിസന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ ധാരാളം ആളുകൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഈ വാർത്തകളിൽ ഒക്കെ തന്നെയാണ്. ഒപ്പം ജന്മഭൂമിയിലേക്ക് വന്നാൽ ജന്മഭൂമി കൂടെ പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ സർക്കാരിന് തിരിച്ചടികളുടെ ദിവസമാണെന്നാണ് ജന്മഭൂമി 1-ാം പേജിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, കേരള യൂണിവേഴ്സിറ്റി ഈ അനിൽകുമാറിൻ്റെ വിഷയത്തിൽ ഡോക്ടർ KS അനിൽകുമാർ സസ്പെൻഷനിൽ തുടരും. ഒപ്പം ഈ സ്വർണ്ണപ്പാളി തിരിച്ചെത്തിക്കണമെന്നുള്ള ദേവസ്വം ബോർഡിൻ്റെ ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ ഇരുവശങ്ങളിലുമുള്ള പാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളി അത് അടർത്തി മാറ്റിയതിൽ അതിൽ തിരിച്ചെത്തിക്കണമെന്ന് ദേവസ്വം ബോർഡിനുള്ള ശാസന. ഒപ്പം അയ്യപ്പ സംഗമത്തെക്കുറിച്ച് കോടതി പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. ഈ ക്ഷണിതാക്കൾ ആരാണ്, പണം എങ്ങനെ പിരിക്കാമെന്ന്. പക്ഷേ കോടതി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. അത് ഏതായാലും ഈ വാർത്തയിലില്ല. അത് കുംഭമേള UP സർക്കാർ നടത്താമെങ്കിൽ അയ്യപ്പ സംഗമം സംസ്ഥാന സർക്കാർ നടത്തിക്കൂടെ എന്നുള്ളൊരു വാക്കാലുള്ള പരാമർശമുണ്ടായിരുന്നു. അത് ഏതായാലും ജന്മഭൂമി കൊടുത്തിട്ടില്ല. സ്വാഭാവികമാണത്. ഒപ്പം ഈ 15 വോട്ടുകൾ ചോർന്ന ഇന്ത്യ സഖ്യം പ്രതീക്ഷിച്ച ചില വോട്ടുകൾ ചോർന്നതിനെ സംബന്ധിച്ചൊരു വാർത്തയും ജന്മഭൂമി 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം ജനയുഗം CPIയുടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് പ്രാധാന്യം നൽകിയതിനൊപ്പം തന്നെ സമസ്തയുടെ ഇന്നലെ ഉമർ ഫൈസി മുക്കത്തിൻ്റെ പ്രസ്താവന, അതായത് ബദ്വി നടത്തിയിട്ടുള്ള ഒരു വളരെ അധിക്ഷേപകരമായൊരു പ്രസ്താവനയ്ക്ക് സമസ്തയിൽ അതിൽ വലിയ വിമർശനം ഉയർന്നു എന്നുള്ള വാർത്ത ഏതായാലും ജനയുഗം സമസ്തയുടെ ലീഗ് വിഭാഗം ഒറ്റപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബഹാവുദ്ദീൻ നദ്വിയെ സമസ്ത തള്ളിപ്പറയുന്നു എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നു. ധാരാളം വാർത്തകളുള്ള ദിവസം തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ ശബരിമല സ്വർണ്ണപ്പാളി തിരിച്ചെത്തിക്കണമെന്നുള്ള വാർത്തയ്ക്ക് കൗമുദി 1-ാം പേജിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. കൗതുകമുള്ള വാർത്തകളുടെ ദിവസമാണ്. സ്പോർട്സ് വാർത്തകളെ സംബന്ധിച്ച് ഞാൻ അതിലേക്ക് പോകുന്നില്ല. കാരണം UAE-യുമായിട്ടുള്ള കളി എന്നെ സംബന്ധിച്ച് അതൊരു ഇന്ത്യയുടെ വിജയം അതത്ര വലിയ കാര്യമല്ല ഏഷ്യ കപ്പിനെ സംബന്ധിച്ച്. അതുകൊണ്ട് ആ വാർത്തയ്ക്ക് പ്രാധാന്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ വിജയത്തിൽ നമുക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. ഹർഷൻ, ഞാൻ ഏതായാലും നമ്മുടെ സമയപരിധി കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം ശുഭദിനം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഹർഷനും തീർച്ചയായും പത്രവാർത്തകളിലേക്ക് കടന്നാൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോയാൽ ധാരാളം വാർത്തകൾ ഇനിയും ഉണ്ടല്ലോ. അത്രയും പത്രങ്ങളുമുണ്ട്. പക്ഷേ എല്ലാ പത്രങ്ങളിലൂടെയും എപ്പോഴും കടന്നു പോകാൻ കഴിയുന്നില്ല. സനോജാണ് ഇപ്പോൾ പത്രവാർത്തകളിലെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ അവതരിപ്പിച്ചത്.